ഒരു നദി കടലിലെത്തുമ്പോൾ അതിൻ്റെ യാത്ര അവസാനിക്കുകയല്ല, മറിച്ച് പുതിയൊരു ചരിത്രം കൂടി ആരംഭിക്കുകയാണ്. അങ്ങനെ ചരിത്രത്തിന് ജന്മം നൽകിയ ഒരു നാടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയായി ചാലിയാർ നദി അറബിക്കടലിലേക്ക് ചേർന്നൊഴുകുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തീരദേശ ഗ്രാമം പ്രകൃതിയുടെയും ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അപൂർവ സംഗമഭൂമിയാണ്. നൂറ്റാണ്ടുകളായി തിരമാലകളെപ്പോലെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാലിയത്തിൻ്റെ പേരിനുള്ളിലെ പൊരുളറിയാം. ചാലിയം എന്ന പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഭാഷാ പഠിതാക്കളും പ്രാദേശിക ചരിത്രകാരന്മാരും മുന്നോട്ട് വയ്ക്കുന്ന ഒരു അഭിപ്രായം, ചാൽ എന്നാൽ വെള്ളം ഒഴുകുന്ന വഴി, വലിയ തോട് അല്ലെങ്കിൽ ജലച്ചാൽ എന്നൊക്കെയാണ് അർത്ഥം. അയം എന്നാൽ സ്ഥലം എന്നും. അങ്ങനെ ചാൽ പ്ലസ് അയം ചേർന്ന് ചാലിയം എന്ന പേര് രൂപപ്പെട്ടുവെന്നാണ് കരുതപ്പെടുന്നത്. ഈ വ്യാഖ്യാനം ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രവുമായി വളരെ നന്നായി യോജിക്കുന്നുമുണ്ട്. കാരണം ചാലിയാർ നദിയും കടലുണ്ടിപ്പുഴയും അറബിക്കടലും കൊണോളി കനാലും പരസ്പരം ബന്ധിപ്പിക്കുന്ന ജലലോകത്തിന്റെ മധ്യത്തിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ചാലിയാർ നദിയുടെ പേരുമായി ബന്ധപ്പെട്ട മറ്റൊരു കൗതുകകരമായ ഒരു അഭിപ്രായം കൂടി നിലനിൽക്കുന്നു. കേരളത്തിലെ 4ാമത്തെ വലിയ നദിയായ ചാലിയാർ ചാലിയം വഴി കടലിൽ പതിക്കുന്ന നദിയായതിനാലാണ് ചാലിയാർ എന്ന പേര് ലഭിച്ചതെന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ജലവും ചാലുകളും ചേർന്നാണ് ഈ നാടിന്റെ പേരും ചരിത്രവും രൂപപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 14ാം നൂറ്റാണ്ടിൽ മലബാർ സന്ദർശിച്ച ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത തൻ്റെ യാത്രാ വിവരണത്തിൽ ഈ പ്രദേശത്തെ ശാലിയത്ത് എന്ന പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് 1531 പോർച്ചുഗീസ് വൈസ്രോയി നുനോ ഡാ കുൻഹയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു കോട്ട പണിതു. അറബിക്കടൽ വ്യാപാരത്തെ നിയന്ത്രിക്കാനായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ആ കോട്ട അധികകാലം നിലനിന്നില്ല. 1571 സാമൂതിരിയുടെ സേന നടത്തിയ ചാലിയം ഉപരോധത്തിൽ പോർച്ചുഗീസുകാർ പരാജയപ്പെടുകയും കോട്ട തകർക്കപ്പെടുകയും ചെയ്തു. മലബാർ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു അത്. ഇന്നും ആ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ചരിത്രത്തിന്റെ നിശബ്ദ സാക്ഷികളായി അവിടെ നിലകൊള്ളുന്നു. നൂറ്റാണ്ടുകളായി അറബ് വ്യാപാരികളുടെ വരവും പോക്കും ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നതിനാൽ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ശക്തമായ സ്വാധീനം ചാലിയത്ത് രൂപപ്പെട്ടു. ഇവിടുത്തെ പഴയ പള്ളികളും വിളക്കുമാടവും കോട്ടയുടെ അവശിഷ്ടങ്ങളും ഇന്നും മലബാറിന്റെ സമുദ്ര പൈതൃകത്തിന്റെ ഓർമ്മകൾ പേറി നിൽക്കുന്നു. ചാലിയം ഒരു തീരദേശ ഗ്രാമം മാത്രമല്ല, മലബാറിന്റെ സമുദ്ര ചരിത്രത്തിന്റെ ജീവനുള്ള ഒരു അധ്യായം കൂടിയാണ്. ചാലിയം എന്ന പേരിനു പിന്നിൽ ഇതല്ലാത്ത മറ്റു പല കാരണങ്ങളും ഉണ്ടായേക്കാം. അറിയുന്നവർ പങ്കുവെക്കുമെന്ന പ്രതീക്ഷയോടെ മാസ്സലാമ.